തോൽക്കും എന്ന് 100% ഉറപ്പുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി കളത്തിലിറങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് BJP ആണ് എന്ന് പറയേണ്ടി വരും. ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് 370 വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം ആർട്ടിക്കിൾ 35A എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിലാണ് BJP മത്സരിക്കുന്നത്. ഇവിടെ BJP പറയുന്നത് തങ്ങൾ ഭരിക്കുമെന്നൊരു ആത്മവിശ്വാസമാണ്. പക്ഷേ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാലും സാഹചര്യം പരിശോധിച്ച് കഴിഞ്ഞാലും BJP അവിടെ ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയില്ല. BJPക്ക് ആണെങ്കിൽ അവിടെ സഖ്യവുമില്ല. അവിടെ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടികൾ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും അടങ്ങിയ ഒരു സഖ്യം, PDP, BJP, ഇതുകൂടാതെ ഒരു പാർട്ടി കൂടിയുണ്ട്. ഇവിടെയാണ് BJPയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത്. AI പാർട്ടി എന്ന് പറയും, അവാമി ഇത്തേഹാദ് പാർട്ടി. ഈ അവാമി ഇത്തേഹാദ് പാർട്ടി പ്രേക്ഷകർക്ക് ഓർക്കുന്നുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫറൂഖ് അബ്ദുള്ള നാഷണൽ കോൺഫറൻസിനെ കാശ്മീരിൽ, ജമ്മു മേഖലയിലല്ല കാശ്മീരിൽ, അതായത് നാഷണൽ കോൺഫറൻസിൻ്റെ സ്ട്രോങ് ഏരിയ, തീവ്രവാദികളുടെ കളിത്തൊട്ടിൽ എന്ന് പറയുന്നിടത്ത് തോൽപ്പിച്ച പാർട്ടിയാണ് അവാമി ഇത്തേഹാദ് പാർട്ടി. ഇതിൻ്റെ നേതാവ് ഇപ്പോൾ തിഹാർ ജയിലിലാണ്. അതായത് ഈ വിഘടനവാദ ഒരു ഗ്രൂപ്പാണ് ഈ പാർട്ടി രൂപീകരിച്ചത്. വിഘടനവാദി നേതാവാണ് അദ്ദേഹം, ഇപ്പോൾ ജയിലാണ്. ഈ പാർട്ടി കാശ്മീരിൽ, അതായത് BJPക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത, BJPക്ക് അവിടെ വേരോട്ടമില്ലാത്ത കാശ്മീർ മേഖലയിൽ അവിടെയാണ് ഈ പാർട്ടി നിലവിൽ 18 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ സീറ്റിലേക്ക് മത്സരിക്കുമെന്ന് പറയുന്നു. അവിടെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ, അതായത് ജമ്മു കാശ്മീരിൽ നിരോധിച്ച ജമ്മു കാശ്മീർ ജമാഅത്ത് ഇസ്ലാമിയുടെ 4 സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഫലത്തിൽ ഈ പറയുന്ന അവാമി ഇത്തേഹാദ് പാർട്ടി, കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ചേർന്നുള്ള സഖ്യം, PDP, BJP, ഇങ്ങനെയാണ്. BJP പ്രതീക്ഷിക്കുന്നത് BJP വിരുദ്ധ വോട്ടുകൾ ഛിന്ന ഭിന്നമായി പോകും. അങ്ങനെയെങ്കിൽ ഈ പാർട്ടികൾക്ക്, അതായത് ഈ നാഷണൽ കോൺഫറൻസിനായാലും PDPക്കായാലും BJPയുടെ സഹായമില്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല. പുതിയൊരു സർക്കാർ രൂപീകരിക്കണമെങ്കിൽ BJPയുടെ സഹായം വേണം. ഇതുപോലെ തന്നെ BJP അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം, ജമ്മു താഴ്വരയിൽ BJPക്ക് ആണ് കുറച്ചുകൂടെ അപ്പർ ഹാൻഡ് ഉള്ളത്. പക്ഷേ അവിടെ PDP സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ അത്തരത്തിലൊരു വോട്ട് കുറയാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ BJPയുടെ ആത്മവിശ്വാസത്തിന് കാരണം ഇത്തരം പാർട്ടികൾ, ഈ 4 പാർട്ടിയും മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുമെന്നും അവിടെ എല്ലാ പാർട്ടികൾക്കും ചേർന്ന് സഖ്യം ഉണ്ടാക്കി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നും, പകരം BJP ഇല്ലാതെ ഭരിക്കാൻ കഴിയില്ല എന്നും BJP കണക്കൂട്ടുന്നു. അങ്ങനെയെങ്കിൽ PDPയുമായോ നാഷണൽ കോൺഫറൻസുമായോ ചേർന്ന് കാശ്മീർ ഭരിക്കാമെന്ന് BJP കണക്കൂട്ടുന്നു. ഇനി ഇതൊന്നും നടന്നില്ല എങ്കിൽ പോലും കാശ്മീർ വീണ്ടും രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും. അതായത് ഒന്നുകിൽ തങ്ങൾ ഭരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിലൂടെ കേന്ദ്രം ഭരിക്കും. ഇതാണ് BJPയുടെ ആത്മവിശ്വാസത്തിൻ്റെ കാരണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.